നമസ്കാരം. എൻ്റെ പേര് റിജാസ്. എൻ്റെ വീട് വരുന്നത് തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരാണ് കാക്കശ്ശേരി ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. പക്ഷേ എല്ലാവർക്കും അറിയാം മുസിരി സ്പൈസസ് എന്നും പറഞ്ഞിട്ടാണ്. ഞങ്ങളുടെ നാടിൻ്റെ പേരാണ് മുസിരീസ് എന്ന്. നമ്മളിവിടെ ചെയ്യണത് മെയിൻലി സ്പൈസസ് പൗഡേഴ്സും പിന്നെ അതുകൂടാണ്ട് മസാല അങ്ങനത്തെ ഐറ്റംസുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സീഡ് ഐറ്റംസുകളാണ് ചെയ്യണത്. 2019 മുസിരീസ് തുടങ്ങിയത്. ഇപ്പം 7ാം വർഷത്തിലേക്ക് കടന്ന് അതിൻ്റെ ആഘോഷത്തിലാണ് നമ്മൾ മുസിരീസ് ഫാമിലി. നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസുകളാണ് ഈ 10ൻ്റെ ഐറ്റംസുകളാണ്. അതിൽ തന്നെ നമ്മൾക്ക് 8 വെറൈറ്റികൾ വരുന്നുണ്ട്. എന്നുവെച്ചാൽ സാമ്പാറുണ്ട്, ചിക്കൻ, മീറ്റ് വരുന്നുണ്ട്, കാശ്മീരി ചില്ലി, ചിക്കൻ 65, ക്യൂമിൻ പൗഡർ, ഫിഷ് മസാല, ജിഞ്ചർ പൗഡർ, ഇങ്ങനെ നമുക്ക് 8 ഐറ്റംസുകളാണ് 10ൻ്റെ മാത്രം വരുന്നത്. നമ്മൾ ഈ വിഷു പ്രമാണിച്ചിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ളതാണ് ഇൻസ്റ്റൻറ്റ് പായസം മിക്സ്. അതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ് കരിക്കിൻ്റെ പായസം. അതുകൂടാണ്ട് നമുക്ക് പാലടുണ്ട്, അടപ്രഥമൻ, സേമിയ, പിന്നെ വരുന്നതാണ് പരിപ്പിൻ്റെ പായസം. ഈ 5 പായസമാണ് നമ്മൾ ഈ വിഷു പ്രമാണിച്ചിട്ട് ഇറക്കിയിട്ടുള്ളത്. അടിപൊളി ഐറ്റംസാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ പൊടിയിലേക്കുള്ള ഐറ്റംസുകൾ വറുത്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് വിറകിലുള്ള ഇവിടെ പരിപാടി നടക്കുന്നത്. പുകയിൽ കുളിച്ചിക്കളയിൽ കണ്ടൊക്കെ എരിഞ്ഞിട്ട് വയ്യ. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് സാധനം റെഡിയാക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മുസ്ലിസിൻ്റെ പട്ടാളം. റിജാസ്, മുസ്ലിസ് ഒരു ബ്രാൻഡായിട്ടുള്ള കഥയെന്ന് പറയും. മുസ്ലിസ് ഒരു ബ്രാൻഡായ കഥ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നും ഞങ്ങൾക്ക് ആലോചിക്കുമ്പോൾ അതൊരു രോമാഞ്ചം ഉണ്ടാക്കണ ഒരു സംഭവമാണത്. മുസ്ലിസ് തുടങ്ങിയത് 2019 മുസ്ലിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥാപനം തുടങ്ങുന്നത്. സ്ഥാപനമായിരുന്നില്ല, വളരെ ചെറിയൊരു വീടിൻ്റെ അടുക്കളയിൽ തുടങ്ങി തൊട്ടപ്പുറത്ത് റൂമിലേക്ക് മാറി പിന്നെയാണ് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് വന്നത്. ഇന്നിപ്പോൾ ഇതൊരു 7 വർഷമായി. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങളിവിടുത്തെ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ 2019 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് എന്തായിരുന്നു? ബിസിനസ് ആയിരുന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടികളായിരുന്നോ? അതെ, എനിക്ക് ബിസിനസ് തന്നെയായിരുന്നു. എനിക്ക് കാർ റെൻ്റലിൻ്റെതും അതുകൂടാണ്ട് കാറ്ററിങ്ങിൻ്റെയും കച്ചവടമായിരുന്നു. ഓ, അപ്പോൾ രുചിയുടെ ഒരു കൂട്ടിൽ നിന്നാണ് ഇതിലേക്ക് വരുന്നത് അല്ലേ? പിന്നെ നമ്മൾ ആ കാറ്ററിങ്ങിൽ നടത്തിയിരുന്നപ്പോഴും നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നും നല്ലത് തന്നെയാണ് ചെയ്തിരുന്നത്, മോശമല്ലാത്ത. നമ്മളിപ്പോൾ തുടങ്ങുമ്പോൾ എത്ര പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു? ഇത് നമ്മൾ തുടങ്ങിയത് ആരും വിശ്വസിക്കില്ല, നമ്മൾ മുളക്, മല്ലി, മഞ്ഞൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം ഒരു 1.5-2 വർഷത്തോളം. അതിനുശേഷം ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ 100 ചില്ലാനും പ്രൊഡക്റ്റുകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എത്ര സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ സപ്ലൈ ചെയ്യുന്നത്? ഒരു ഏകദേശം നമ്മളെ ഈ ജില്ലകളിൽ എല്ലാത്തിലും ഉണ്ട്. നമ്മൾ തൃശ്ശൂർ ജില്ലയാണല്ലോ, അപ്പോൾ നമ്മൾ എറണാകുളത്തുണ്ട്, ഇടുക്കി, പാലക്കാട് ഒരു സൈഡ്, അതുകൂടാണ്ട് പൊന്നാനി ആ സൈഡുകളിലൊക്കെ, മലപ്പുറം ആ സൈഡിലൊക്കെ നമ്മൾ അത്യാവശ്യം നന്നായി ചെയ്തു വരുന്നുണ്ട്. 4500 ഷോപ്പുകളിലേക്ക് ഉണ്ട്, അങ്ങനെ പറയാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഗോഡൗണിൻ്റെ വെച്ചാൽ പാക്കിംഗ് യൂണിറ്റിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. നമ്മൾക്ക് ഇതിങ്ങനത്തെ കവറുകളാണ് വരണത്. ഈ റോളുകളാണ് പറഞ്ഞത്. റോളുകൾ വന്നിട്ട് നമ്മൾ ഈ റിവൈൻഡർ മെഷീനിൽ ഇട്ടിട്ട് പ്രിൻ്റ് ചെയ്യും. ഈ പ്രിൻ്റ് ചെയ്തതിന് ശേഷമാണ് വെച്ചാൽ ബാച്ച് കോഡ്, MRP, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും എക്സ്പയറൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പാക്കിംഗ് മെഷീനുകളിലേക്ക് മാറ്റും. എന്നിട്ടാണ് പാക്ക് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ പാക്കറ്റുകൾ ഉണ്ടാക്കിയിട്ട് അതിനെ ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റുകൾ ഉണ്ടാക്കും. ഈ സെറ്റുകൾ ഉണ്ടാക്കിയിട്ട് ആണ് ഷോപ്പുകളിലേക്ക് പോണത്. ഇത് നമ്മുടെ ഒരു പാക്കിംഗ് മെഷീനാണ്. നമുക്ക് 4 മെഷീനുണ്ട്. അതിൽ ഏറ്റവും കൂടിയ സ്പീഡുള്ള മെഷീനാണ് ഇത്. 3 സ്റ്റേജ് സർവോ മെഷീനാണ്. ഇതിനൊരു പെർ മിനിറ്റ് ഏകദേശം ഇപ്പോൾ ഒരു 100 ഗ്രാമിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 80 പാക്കറ്റോളം പെർ മിനിറ്റ് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റിയതാണ്. ഒരു ദിവസം നമുക്കൊരു 1.5 ടണ്ണ് 2 ടണ്ണ് ഇതുമ്പോൾ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും. നമ്മൾ ഇവിടെ ഈ യൂണിറ്റിൽ ഇവിടെ വർക്ക് ചെയ്യണത് 3 ഓട്ടോമാറ്റിക് മെഷീനുകളാണ്. ഇത് അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ തന്നെ ഈ റോള് പ്രിൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലിങ്ങനെ പാക്ക് ചെയ്ത് വരുന്നത്. ഇത് സീഡ് ഐറ്റംസുകൾ പാക്ക് ചെയ്യണ മെഷീനാണ്. വെച്ചാൽ കടുക്, ഉലുവ, ജീരകം, പെരിഞ്ജീരകം അങ്ങനത്തെ ഐറ്റംസുകൾ പാക്ക് ചെയ്യണ മെഷീനുകളാണ് ഇതെല്ലാം. റിജാസേ, ഞാൻ എൻ്റെ കൂടെ വന്നപ്പോഴേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇവിടുത്തെ സ്റ്റാഫ് ഒക്കെ എല്ലാ പ്രായക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഭയങ്കര ചില്ലാണ് നിങ്ങൾ എല്ലാവരും. ഒരു മുതലാളി തൊഴിലാളി എന്നുള്ളൊരു ഭാവമില്ല നിങ്ങളുടെ ഒരു ടീം വർക്കിൽ. ഇതെങ്ങനെയാണത് ഉണ്ടാക്കിയിരുന്നത്?
നമ്മൾ തൊഴിലാളിയായിട്ടാണല്ലോ വന്നത്. ഞാനായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ സെയിൽസ്മാൻ. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പെയിൻ എന്താണെന്ന് അറിയാം. പിന്നെ എന്ന് വെച്ചാൽ ഇത് ഒറ്റയടിക്ക് ഉണ്ടായതല്ല. കുറേ ആൾക്കാർ വന്ന് ഇത് അവരെ സ്ഥാപനമായി കണ്ട് അവന് ഓർഡർ എടുക്കാൻ പോകുമ്പോഴായാലും, അത് ഇവിടുത്തെ അക്കൗണ്ട്സിലുള്ള ആൾക്കാരായാലും, പാക്കിംഗ് ആയാലും, പ്രൊഡക്ഷൻ ആയാലും, എല്ലാവരും ഈ നമ്മുടെ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഈ കമ്പനീൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരാണ് ഇവിടെ ജോലി ചെയ്യണത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ മതിലിൻ്റെ അപ്പുറത്തെ ആൾ ജോലി ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ 2 വീട് അപ്പുറമുള്ള ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പരിസരത്തുള്ള ആൾക്കാരാണ് ഇവിടെ മൊത്തം ജോലി ചെയ്യുന്നത്. പിന്നെയാണെങ്കിൽ എല്ലാവരും മലയാളികളാണ് നമ്മളിവിടെ. ഇവരെ കൊണ്ട് നടക്കുന്നത് അവരെ സ്ഥാപനമായിട്ടാണ്. ഇപ്പം ഞാനിവിടെ ഇല്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളിൽ ഒന്നിലും ഒരു മുടക്ക് വരാറില്ല. ഇവിടെ ഞായറാഴ്ച ആയാലും നമ്മ പോലും പറയണ്ട, അവർ വന്ന് വർക്ക് ചെയ്യും. ലേറ്റ് ആയാലും വിഷയമല്ല. ആ ഒരു രീതിക്കാണ് നമ്മളിവിടുത്തെ ടീം വർക്ക് ചെയ്യണത്. ഇത് അവരെ സ്ഥാപനമാണ്. ഇത് വളരുമ്പോൾ അവർക്കും ഗുണം ഉണ്ടാവും, അല്ലെങ്കിൽ ഗുണമുണ്ട് എന്നുള്ളത് കൊണ്ട് അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ചേട്ടൻ കണ്ട സാധനം. താങ്കളുടെ വൈഫും വളരെ ആക്റ്റീവായിട്ട് ഈ രംഗത്തുണ്ട് അല്ലേ? പിന്നെ ആളുണ്ട്. ആള് TCSയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ പതുക്കെ അതിൽ നിന്നിട്ട് റിസൈൻ ചെയ്ത് ആളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആള് ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മളോട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നത്. അത് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറിയത്, കുറച്ചധികം കാര്യങ്ങളൊക്കെ മാറിയത് ആൾ വന്നതിന് ശേഷമാണ്. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് ഫസ്റ്റ് വേണ്ടത് നമുക്ക് നല്ല റോ മെറ്റീരിയലാണ്. അത് തിരഞ്ഞെടുക്കണതിൽ വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കലി വിജയിക്കും. നമ്മൾ ഇപ്പോൾ പറയണമെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ ക്രഷ്ഡ്, ഇപ്പോൾ ഒരു മാർക്കറ്റിൽ മോശമല്ലാണ്ട് നമ്മൾ കച്ചവടം ചെയ്യുന്ന സാധനം ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ്, അതിന് നമ്മൾ എടുക്കുന്നത് സ്റ്റെംലെസ് മുളകാണ്. ആ സ്റ്റെംലെസ് മുളക് ചെയ്യുമ്പോൾ നല്ലൊരു രുചിയും കിട്ടും, നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അപ്പോൾ സ്റ്റെംലെസ് ആണ് നമ്മളത് ചെയ്യണത്. അതുകൂടാണ്ട് നമ്മൾ മഞ്ഞളാണെങ്കിൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തനിച്ചുള്ള മെഷീനിൽ മാത്രമാണ് മഞ്ഞൾ പൊടിച്ചിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകണം. അതുകൂടാണ്ട് എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടേതായ ഒരു ടച്ച് ഉണ്ടായിരിക്കും. അതുകൂടാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ക്ലീനിങ് പ്രോസസ്സും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാക്കിങ്ങിലേക്ക് മാറ്റുക, ഏത് സീഡ് ഐറ്റംസുകൾ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലേക്ക് മാറ്റാം. എന്നിട്ട് മാത്രമേ എല്ലാം ഒരു കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് എത്തുള്ളൂ. ഏതൊരു സ്ഥാപനത്തിലും മസാലേൻ്റെ കമ്പനിയിൽ വിറ്റ് പോവുക, മുളക് പൊടി മല്ലിപ്പൊടി ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി വിറ്റ് പോവുക, അതിൻ്റെ ഏറ്റവും കുറവിലായിട്ടായിരിക്കുള്ളൂ മഞ്ഞൾ വിറ്റ് പോവുക. പക്ഷേ മുസ്രിസിൽ സംബന്ധിച്ചിട്ട് മഞ്ഞളിൽ ഇവിടെ പ്രധാന സ്ഥാനമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്മൾ ഈ കൊടുങ്ങല്ലൂർ ഭാഗം അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ല, പറവൂർ ഭാഗത്തുള്ള ഒരുവിധവും പൂജാക്കടകളിലേക്ക് മുസ്രിസിൻ്റെ മഞ്ഞളാണ് കൊണ്ടുപോവുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുസ്രിസിൻ്റെ മഞ്ഞൾ മാത്രമാണ് തനിച്ചടി എന്ന് പറയുന്ന മഞ്ഞൾ. അത് തനിച്ച് ഇപ്പം ഇതാണ് മുസ്രിസിൻ്റെ മഞ്ഞൾ വരുന്നത്. ഇതിൻ്റെ വലിയ ബാഗുകളുണ്ട്, 5 കിലോത്തിൻ്റെ 10 കിലോത്തിൻ്റെ ഒക്കെ ഉണ്ട്. ഇത് തനിച്ച് എന്നുവെച്ചാൽ ഈ മഞ്ഞൾ പൊടിക്കുന്ന മെഷീനിൽ മാത്രമേ മഞ്ഞൾ പൊടിക്കുള്ളൂ. അതിൽ മുളക് പൊടിക്കുക, മല്ലി പൊടിക്കുക, വേറൊരു ഐറ്റവും പൊടിക്കില്ല. അപ്പോൾ അത്രയും ഇതിലാണ് മുസ്രിസിൻ്റെ മഞ്ഞൾ എല്ലാ കടകളിലേക്കും എത്തണത്. മലയാളികൾക്ക് കടുകില്ലാത്തൊരു കറികളില്ല എന്ന് തന്നെ പറയാം. ഒരുവിധം കറികളിൽ മലയാളികൾ കടുക് പൊട്ടിച്ച് താളിച്ചൊഴിക്കാറുണ്ട്. ഈ മുസ്രിസിൻ്റെ കടുക് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വിളഞ്ഞ കടുകുകൾ മാത്രമാണ് നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരുവിധവും കറികളിൽ ഇപ്പോൾ ഒരേ സൈഡുകൾ ചില ജില്ലകളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ബീഫിലടക്കം കടുക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല കടുക് എന്താണ്, അല്ലെങ്കിൽ കടുക് എന്ന് പറഞ്ഞാൽ വളരെ ലീസ്റ്റായിട്ടാണ് അതിന് ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കാറ്. പക്ഷേ നമ്മൾ ഇവിടെ ഏറ്റവും നല്ല കടുകാണ് പാക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ നമ്മളെ കടുകിൻ്റെ വലിപ്പം നോക്കുക, അതിൻ്റെ ക്വാളിറ്റി നോക്കുക. നല്ല കടുക് തിരിച്ചറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വലിപ്പവും അതുകൂടാണ്ട് ഇതിൽ റെഡ് കുറവായിരിക്കുള്ളൂ. റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം മൂക്കാത്ത കടുകായിരിക്കുള്ളൂ. അതിൽ കൂടുതൽ മിക്സിംഗ് ഉള്ള കടുകാണ് റെഡ് കടുക്. അതിന് വില കുറവാണ്, അതിന് ടേസ്റ്റും കുറവാണ്, അതിൽ ഓയിൽ കണ്ടൻറ്റ് കുറവായിരിക്കുള്ളൂ. ഇത് പെരിഞ്ജീരകം, അതുകൂടാണ്ട് നല്ല ജീരകം. നമ്മളിവിടെ ക്ലീൻ ചെയ്ത റോ മെറ്റീരിയലാണ് വരാറ്. വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളെ രീതിക്ക് ഒന്നും കൂടിയും നമ്മളെന്ത് ചെയ്യും, ചേച്ചിമാർ ക്ലീൻ ചെയ്ത് അതിന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മളിത് പാക്കിംഗ് യൂണിറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മളിത് പാക്ക് ചെയ്ത് ട്ടാണ് കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് എത്തിക്കുകയുള്ളൂ. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നമ്മൾ ഒരേ പ്രൊഡക്റ്റുകൾ നമ്മൾ ഇവിടെ നിന്ന് എൻ്റെ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നത്. നമ്മൾ മുസ്രിസിൻ്റെ എല്ലാ മസാലകളിലേക്കും ഉപയോഗിക്കുന്നത് നാടൻ വേപ്പിലയാണ്. അത് നമ്മളെ തന്നെ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സോഴ്സ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മളെ പരിസരങ്ങളിലുള്ള വീടുകളിൽ നിന്നും നമ്മൾ മേടിക്കുന്നതാണ്. ഈ വേപ്പില എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന വേപ്പില എന്ന് വെച്ചാൽ വളരെ കെമിക്കൽ അല്ലെങ്കിൽ ഒരു മരുന്നടിച്ചിട്ടാണ് വരുന്നത്.
അപ്പോൾ അത് നമ്മൾ മസാലയിലേക്ക് എടുക്കാറില്ല. പിന്നെ അതിന് ടേസ്റ്റും കുറവാണ്, അതിന് ഫ്ലേവറില്ല, അരോമ ഭയങ്കര മോശമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്യണ വേപ്പില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ ഇലയും അതുകൂടാണ്ട് അതിൻ്റെ തണ്ട് ചുമപ്പുമായിരിക്കുള്ളൂ. അത് ബാക്കിയുള്ളത് ഒരു 10 kg ഇടണോടത്ത് ഇതൊരു 5 kg ഇട്ടാൽ മതി. അത്രക്കും ഫ്ലേവറും നല്ല അരോമയും കിട്ടും. പ്ലസ് നമ്മുടെ മുസ്രിസിൻ്റെ ആ മസാലൻ്റെ ആ ഫ്ലേവർ വരുന്നതിൽ പ്രധാന ഘടകം വഹിക്കുന്നത് ഈ നാടൻ വേപ്പിലയാണ്. മുസ്രിസിൻ്റെ കുറച്ച് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം. മുസ്രിസിൻ്റെ ഏത് പ്രൊഡക്റ്റും ചെറിയ സാഷെ പാക്കറ്റിൽ തുടങ്ങിയിട്ട് 50 കിലോത്തിൻ്റെ ബാഗ് വരെയാണ് നമ്മളിവിടെ ഒരേ ആൾക്കാർക്ക് പുറത്തേക്ക് പോണത്. നമ്മൾ ഇപ്പോൾ ഷോപ്പുകളിൽ കാണുന്നുണ്ടെങ്കിൽ അത് 10 രൂപേൻ്റെ പാക്കറ്റ് തുടങ്ങിയിട്ട് 5 കിലോ 10 കിലോത്തിൻ്റെ ബാഗ് വരെയാണ്. ഇപ്പോൾ മുളക്, മല്ലി, അത് ചിക്കൻ, മീറ്റ്, സാമ്പാർ, ഗരം, പെപ്പർ, ഈ ഐറ്റംസുകളെല്ലാം പോണത്. പിന്നെ അതുകൂടാണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ പാക്കിംഗ് യൂണിറ്റുകളിലേക്ക് ഇവിടെ നിന്നിട്ട് 50 കിലോത്തിൻ്റെ ബാഗ് അത് പോകുന്നുണ്ട്. പിന്നെ ഗൾഫുകളിലേക്കും ഇതിലേക്കൊക്കെ നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. മുസ്രിസിൻ്റെ പ്രൊഡക്റ്റുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുകൂടാണ്ട് സ്പൈസസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മുസ്രിസ് സ്പൈസസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. അപ്പോൾ താങ്ക് യു. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.